ഓരോ സിനിമയിൽ അവസരം കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അതിൽ ചെറിയ റോളൊന്നോ വലിയ റോളൊന്നും ടൈപ്പ് കാസ്റ്റിംഗ് ഫേസ് ചെയ്തിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് സ്വാഭാവികം. നമ്മൾ ആ കാലത്ത് അതിജീവിക്കാൻ വേണ്ടി നമ്മൾ കിട്ടുന്ന സിനിമകളൊക്കെ ചെയ്യും. ഒരു റൂമിലൊക്കെ കിടന്നുറങ്ങി നമ്മൾ സ്വപ്നങ്ങൾ കണ്ട്. കാരണം നമ്മളെടുക്കുന്ന എഫേർട്ട് ഒരിക്കലും ആ കാലത്ത് സിനിമ എല്ലാം ആരും അറിയില്ല. കാരണം അത് കുറ്റമല്ല. ഒരു ക്യാരക്ടർ ആൾക്കാർ രജിസ്റ്റേർഡ് ആയാൽ അതുപോലെയുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും പിന്നെയും പിന്നെയും വരിക. അതിൽ നിന്നൊരു ഷിഫ്റ്റ് വരിക. ഒരു ക്യാരക്ടർ വരുന്നു, തെങ്ങേറ്റക്കാരൻ, ഓക്കെ, വരുന്നു, അത് ചെയ്യുന്നു. പിന്നെ ഒരു പോസ്റ്റ്മാൻ, അത് വരുന്നു, അത് ചെയ്യുന്നു. നമുക്ക് വേറെ 100 ആൾക്കാർ പുറത്ത് ബിഗിനേഴ്സ് ആണ്. അയ്യോ ചേട്ടാ തെങ്ങേറ്റക്കാരനാണ്, ഞാൻ ഇല്ലാട്ടോ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലും അല്ല. എല്ലാം അതുപോലത്തെ ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നതെന്ന് വരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഡയറക്ടേഴ്സിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വേറൊരു സാധനം ചെയ്തിട്ട് അവർ കണ്ടിട്ടില്ല, നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. ഫുൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് വേണമെങ്കിൽ സോ ഐ എം നോട്ട് കംപ്ലൈനിങ് എനിക്ക് റൊമാൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. അതും എൻജോയ് ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് എടുക്കും. ഇപ്പൊ വരാൻ പോകുന്ന എന്റെ റോൾസും അങ്ങനെ തന്നെയാണ്. പിന്നെ രാജു സാറിനെ ഞാൻ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ രാമന്തരി പഞ്ചായത്തിൽ എല്ലാ കോയമ്പൂത്തും ഞാൻ വിളിക്കും. ഓരോ നമ്പറിൽ എടുക്കൂലല്ലോ. അപ്പൊ അങ്ങനെ മൂപ്പർക്ക് സൈയായിട്ട് മൂപ്പർ എന്നോട് പറഞ്ഞു, ഒരു പടം തുടങ്ങുന്നത് ക്ലാസ്മേറ്റ്സ് മറ്റുള്ള ഒരാൾ ഉപദ്രവിക്കാതെ നമ്മൾ നേടിയെടുക്കേണ്ട നമ്മളെ മാത്രം ആവശ്യമാണ്. നാടകവും ഫിലിമും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ്. അതിലെ ആക്ടിങ് സ്റ്റൈൽ ആയിക്കോട്ടെ എല്ലാം ഡിഫറെന്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ നാടകം ചെയ്തിട്ടിരുന്ന ആളായിരുന്നു. നാടകം അഭിനയിക്കുന്ന പോലെ സിനിമ അഭിനയിക്കാൻ പറ്റില്ല, സിനിമ അഭിനയിക്കുന്ന പോലെ നാടകവും അഭിനയിക്കാൻ പറ്റില്ല. സിനിമ അഭിനയിക്കുന്ന നാടകത്തിൽ അഭിനയിച്ച വർക്ക് ആവില്ല. ഇത്രയും ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാനുള്ള ആ ഒരു കോൺഫിഡൻസ് ഈ ഇൻട്രോവേർട്ടഡ് ആൾ എങ്ങനെ ബിൽഡ് ചെയ്തെടുത്തു എന്നുള്ളത് വലിയ ക്വസ്റ്റ്യൻ അല്ലേ? ഇപ്പോഴും ഞാൻ ഇൻട്രോവേർട്ടാണ്. ഇവരൊക്കെ പരിചയമുള്ളതുകൊണ്ടാണ് സംസാരിക്കുന്നത്. പരിചയമില്ലാത്തവരുടെ അടുത്ത് എനിക്ക് ഒന്ന് സെറ്റ് ആവാൻ സമയം എടുക്കും. ഈ സിനിമയിൽ ഞാൻ എപ്പോഴും ഇമോഷണലായി പെരുമാറുമെങ്കിൽ അല്ലെങ്കിൽ സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ സിനിമ റിലീസിന് ശേഷമായിരിക്കുന്നില്ല കാര്യം ഞാൻ പറഞ്ഞു. കാരണം ബാക്കിയുള്ള ഇമോഷൻ തന്നെ ബാധിക്കില്ല. കാരണം ഈ സിനിമ ഒരു ഗംഭീര സെറ്റപ്പ് ആക്കണം അല്ലെങ്കിൽ ഗംഭീര വിജയമാക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമാണ് ഈ 1.5 വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പിറകണം. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ വിട്ട് എൻ്റെ മറ്റുള്ള അവസരങ്ങൾ കളഞ്ഞ് ഞാൻ ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഹിറ്റാക്കിയേ പറ്റൂ. ഹായ്, ദിസ് ഇസ് മീനാക്ഷി. വെൽക്കം ടു സൈനസ് ആർട്ട് പ്ലസ്. ഇന്ന് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന ഫിലിമിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് ഗോകുലൻ, ഗൗരി ആൻഡ് സുബീഷ് ചേട്ടനാണ്. ഹായ്. ഹായ്. ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആക്ച്വലി ഇറങ്ങുമ്പോൾ ഭയങ്കര കൗതുകമാണ് തോന്നിയത്. കാരണം ഒരു അച്ഛനമ്മ 4 മക്കൾ ഒരു ബൈക്കിൽ ഇരിക്കുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ സോങ് റിലീസായപ്പോൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു മൂഡായിട്ടും ഫീൽ ചെയ്തു. നമുക്ക് ആദ്യം നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ പറ്റി പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ചേട്ടൻ തുടങ്ങാം. ഞാൻ പ്രദീപൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇതിൽ പ്ലേ ചെയ്യുന്നത്. പ്രദീപൻ ഒരു സാധാരണ നാട്ടിൻപുറത്തിലെ ഒരു പെയിൻറ്റിങ് തൊഴിലാളിയാണ്. 4 മക്കളുണ്ട്. ഭാര്യയെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കുടുംബത്തിൻ്റെ എല്ലാമായ ഒരു ആളാണ്. ആ പ്രദീപൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സർക്കാർ പദ്ധതി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങളാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ ദിവ്യ എന്ന് പറഞ്ഞ ഒരു ആശാ വർക്കറിൻ്റെ ഒരു ക്യാരക്ടറാണ്. എക്സ്പീരിയൻസ് ഇല്ലാതെ ആദ്യമായിട്ട് ആ ഒരു ജോലിയിലോട്ട് ഒരു ചോയ്സ് ഇല്ലാതെ കയറുന്നതും പുള്ളിക്കാരി ഫേസ് ചെയ്യുന്ന ഓരോ ചാലഞ്ചസും ആ സെയിം നാട്ടിലുള്ളൊരു ക്യാരക്ടറാണ് പ്രദീപേട്ടൻ. എനിക്കറിയുന്നത്. അപ്പോൾ പ്രദീപേട്ടൻ ആ ഒരു എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക് എന്ന് പറയുന്നത് പ്ലോട്ടിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ്. അത് ആ ഒരു പദ്ധതി കാരണമാണ് പ്രദീപേട്ടൻ്റെ ഫാമിലിക്ക് വരുന്ന നല്ലതും ചെയ്തതും എല്ലാം. ഞാനതൊരു വെളിച്ചപ്പാടാണ്. ആ നാട്ടിലുള്ള ഒരു വെളിച്ചപ്പാട്. നമ്മളൊക്കെ സാധാരണ നാട്ടിൻപുറത്ത് കാണാറുള്ള പോലെ വെളിച്ചപ്പാടാണ്. ഈ പദ്ധതി പ്രകാരം പ്രദീപനും ഉണ്ടാകുന്ന വിഷയങ്ങളിൽ നേരിട്ടും അല്ലാതെയൊക്കെ ഇടപെട്ട് പ്രദീപനെ ഹെൽപ്പ് ചെയ്ത് പോകുന്ന ഒരു സസ്പെൻസ് ക്യാരക്ടറാണോ? അതെ. അപ്പം ഞാൻ കൂടുതൽ ചോദിച്ച് സസ്പെൻസ് കളയുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് കാസ്റ്റുകളുള്ള ഒരുപാട് പേരുള്ള ഒരു മൂവിയാണ്. എനിക്കിപ്പോൾ നിങ്ങളെ 3 പേരെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങൾ 2 പേരെയും ഗൗരീനെ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ കോൺട്രാസ്റ്റ് ഇവിടെ കാണാം. കാരണം ഗൗരി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മൂവി കൊണ്ട് തന്നെ വളരെ ഫേമസ് ആയുള്ളൊരു മൂവിയായിരുന്നു. എല്ലാവരും പെട്ടെന്ന് അറിഞ്ഞു. പക്ഷേ ഇവർ ചെറിയ ചെറിയ റോൾസ് ചെയ്ത ആളുകളുടെ മനസ്സിൽ വന്ന് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. പക്ഷേ നിങ്ങൾ എല്ലാവരും ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ എന്ന് പറയുമ്പോൾ ടൈപ്പ് കാസ്റ്റഡ് ആയി പോവുക എന്നൊരു ഇഷ്യൂ ഫേസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ജിംബ്രൂട്ടൻ എന്നുള്ള ക്യാരക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ആമൈനിലെ ക്യാരക്ടർ ആണെങ്കിലും അതുപോലെയുള്ള കോമഡി റോൾസ് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് ഫേസ് ചെയ്തതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, അത് സ്വാഭാവികമായിട്ട് നമ്മൾ ആ കാലത്ത് അതിജീവിക്കാൻ വേണ്ടി നമ്മൾ കിട്ടുന്ന സിനിമകളൊക്കെ ചെയ്യും. ഇപ്പം ഞാൻ ഈ ഗൂഗിളിൽ കൂടി ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തില്ല. കാരണം നമ്മൾ ഒരു റൂമിലൊക്കെ കിടന്നുറങ്ങി നമ്മൾ സ്വപ്നങ്ങൾ കണ്ട്. കാരണം നമ്മളെടുക്കുന്ന എഫേർട്ട് ഒരിക്കലും ആ കാലത്ത് സിനിമ എല്ലാം ആരും അറിയില്ല. കാരണം അത് കുറ്റമല്ല. കാരണം ഒരു സിനിമ പറഞ്ഞാൽ അത് മെയിൻ ലീഡ് ചെയ്യുന്ന ആൾക്കാരും മാത്രമേ പിന്നീടുള്ള കാലത്തറിയാം. നമ്മളതിൽ അഭിനയിക്കുന്നു. കാരണം ഒരു കർഷകൻ ഒരു ഉൽപ്പന്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഭക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ നമ്മൾ ആ കർഷകനെ കുറിച്ച് ഓർക്കുന്നില്ല. ശരിയല്ലേ? അപ്പോൾ അതുപോലെ ഞാനും ഗൂഗിളിലൊക്കെ ഒരുപാട് കാലം
ഈ സിനിമയ്ക്ക് വേണ്ടി സർവ് ചെയ്തത്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഒരു സ്പേസിൽ എത്തുക നമ്മളെ ആഗ്രഹങ്ങളാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ടൈപ്പ് കാസ്റ്റിംഗ് നമ്മളെ ബാധിക്കില്ല. കാരണം ഓരോ സിനിമയിൽ അവസരം കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അതിൽ ചെറിയ റോളൊന്നോ വലിയ റോളൊന്നും ഇല്ല. ആ സിനിമ ഈ പറഞ്ഞ പോലെ ആ സിനിമ റിലീസാവുന്നവരെ നമ്മൾ ആ സിനിമ വിജയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മറ്റുള്ള വലിയ നായിക നടിമാരെ പോലെ നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്താണ് ഇവിടെ നമ്മൾ എത്തിയത്. കാരണം നമ്മൾ പറയും എന്നാലും നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം എത്രയോ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരിടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും ആലോചിക്കാൻ സമയം ഉണ്ടാവില്ല. അത് ചിലപ്പം ഇതേ ഫീലിംഗ് ആയിരിക്കും ഗൂഗിളിൽ നിനക്ക് തോന്നുന്നത്. കാരണം സിനിമയിൽ എത്തുക, സിനിമയിൽ ചെയ്യുക എന്നുള്ള സാധനമാണ്. മനസ്സിലായി. പക്ഷെ എനിക്ക് തോന്നുന്നു ഗോകുലൻ ചേട്ടന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാനിങ്ങനെ കണ്ടതാണ്. അതായത് ഇപ്പോൾ ലവ് പോലെയുള്ള മൂവീസ് വന്നപ്പോൾ ഒരു വലിയ ഷിഫ്റ്റ് വന്നെങ്കിലും അതിന് മുന്നേ ഒരേ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് പിന്നെയും റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി, എസ്പെഷ്യലി എനിക്കൊന്ന് മലയാളം ഫിലിമിൽ അത് കാണാറുണ്ട്. ഒരു ക്യാരക്ടർ ആൾക്കാർ രജിസ്റ്റേർഡ് ആയാൽ അതുപോലെയുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും പിന്നെയും വരിക. അതിൽ നിന്നൊരു ഷിഫ്റ്റ് വരിക എന്നുള്ളത് വലിയൊരു പാടാണ്. ചിലപ്പോൾ ഈ ആളുകളുടെ മനസ്സിൽ പറയുന്ന ക്യാരക്ടേഴ്സ് ഒരു പ്രശ്നമായി തോന്നിയിട്ടുണ്ടോ? അതെപ്പോഴും പ്രശ്നമല്ല. ഇപ്പൊ സുബീഷ് പറഞ്ഞ പോലെ അന്നത്തെ ആ സമയത്ത് നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. ഒരു ക്യാരക്ടർ വരുന്നു, തെങ്ങേറ്റക്കാരൻ, ഓക്കെ വരുന്നു, അത് ചെയ്യുന്നു. പിന്നെ ഒരു പോസ്റ്റ്മാൻ, അത് വരുന്നു, അത് ചെയ്യുന്നു. അത് പിന്നെ വേറൊരു സിനിമയിൽ വേറൊരു ക്യാരക്ടർ, അത് വരുന്നു, ചെയ്യുന്നു. അങ്ങനെ ഓപ്ഷൻ ഗൗരവം പറഞ്ഞ പോലെ നമുക്ക് വേറെ 100 ആൾക്കാർ ബിഗിനേഴ്സ് ആണ്. അയ്യോ ചേട്ടാ തെങ്ങേറ്റക്കാരനാണ്, ഞാൻ ഇല്ലാട്ടോ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലും അല്ല ആ സമയത്ത്. അപ്പൊ തോന്നിയിട്ടുണ്ട് എല്ലാം അതുപോലത്തെ ക്യാരക്ടേഴ്സാണ് വരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് ആ ഡയറക്ടേഴ്സിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വേറൊരു സാധനം ചെയ്തിട്ട് അവർ കണ്ടിട്ടില്ല, നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അവർക്ക് തോന്നുക ഒരു തെങ്ങേറ്റക്കാരൻ പരിപാടി ആ പയ്യനെടുത്ത് കൊടുത്താൽ സേഫായിട്ട് ആ ഒരു ക്യാരക്ടർ അവൻ സേഫായിട്ട് ഹാൻഡിൽ ചെയ്തോളൂ, അല്ലെങ്കിൽ ആ ജോണറിലുള്ള ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കൊടുത്താൽ അയാൾ സേഫായിട്ട് ചെയ്തോളൂ എന്നുള്ള ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് അത്തരം പരിപാടികൾ വരുമ്പോൾ നമ്മളെ വിളിക്കുന്നത്. അതിൽ നിന്ന് മാറ്റി അവർ നമ്മളെ വിളിക്കണമെങ്കിൽ നമ്മൾ വേറെ തരത്തിൽ കാണിച്ചു കൊടുക്കണം. അതിപ്പോൾ ലവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നത് ഇപ്പോൾ സൗദി വെള്ളയ്ക്കൊരു അഡ്വക്കേറ്റ് ആയിരുന്നു, ഇപ്പോൾ ഇറങ്ങിയ തുണ്ടിലൊരു പോലീസുകാരനായിരുന്നു, ഉണ്ടെങ്കിൽ വേറെ പോലീസുകാരനായിരുന്നു. അപ്പോൾ ഇപ്പം അങ്ങനെ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യുമെന്നുള്ളൊരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് തരാത്തത്. പക്ഷെ ഇപ്പം ആ രീതി പേഴ്സണലി എന്നിലേക്ക് മാറി വരുന്നുണ്ട്, വേറെ പരിപാടികളിലേക്ക് വരുന്നുണ്ട്. 96 കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ടു കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് നോക്കിയ ഒരു മലയാളി കുട്ടിയാണ് ഉള്ളത്. എങ്ങനെയാണ് 96ലേക്ക് എത്തിയത്? എങ്ങനെയായിരുന്നു? ഈ കഥ ഞാൻ പറഞ്ഞു മടുത്തതാണ്. എന്നാലും അത് എല്ലാവർക്കും അറിയാം. എന്നാലും ഒരു ഇന്റർവ്യൂല് ആ മലയാളിയാന്ന് അറിഞ്ഞതും പിന്നെ അനുഗ്രഹീതൻ ആന്റണി വന്നു. പക്ഷെ ഈ ടൈപ്പ് കാസ്റ്റിന്റെ കാര്യം പറഞ്ഞത് ഈ പടം ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എനിക്ക് തോന്നുന്നു ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടർ തന്നെയാണ്. എക്സാക്ട്ലി. സോങ്ങിൽ നല്ല എവിഡൻസ് ആണ്. അതെ, എന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് ഒട്ടും അല്ല അത്. ഞാനൊരു urban സിറ്റി മാത്രം കണ്ടു വളർന്ന് പിന്നെ ഈ ചോയ്സസിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര പ്രിവിലേജ്ഡ് ആണ്. അത് ഞാൻ എന്നും ഞാൻ അത് തിരിച്ചറിയുന്നുണ്ട്. അതൊരിക്കലും ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് എടുത്തിട്ടില്ല. ഞാൻ എപ്പോഴും ആ ഒരു ബെഞ്ച് മാർക്ക് അത്ര ഹൈ ആയിരുന്നു. ഇപ്പോൾ 5 വർഷമായി ഞാൻ 96 കഴിഞ്ഞിട്ട്. പക്ഷെ ഇപ്പോഴും എല്ലാവരും ജാനുവിനെ പറ്റിയാണ് ആദ്യം അവരുടെ മൈൻഡിൽ വരുന്നത്. സോ അങ്ങനത്തെ ഒരു ബ്രേക്ക് ത്രൂ വരുന്നത് നല്ലതുമാണ്. അതിൻ്റെതായ ചാലഞ്ചസും ഉണ്ട്. ഇപ്പോൾ ഞാൻ പ്രൂവ് ചെയ്യണം, അത് മാത്രമല്ല ഞാൻ, അല്ലെങ്കിൽ ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ ഒരു ശ്രമിക്കുകയാണ്. അങ്ങനെ എൻ്റെ കേപ്പബിലിറ്റി അനുസരിച്ച് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു ഭാഗ്യം 96 പോലെ ഇങ്ങനെ ഞാൻ ചെന്നൈയിലായിരുന്നു, അങ്ങനെ ഓഡിഷൻ വഴി കിട്ടിയതാണ്. ആക്ച്വലി ആദ്യം ഞാൻ ക്രാക്ക് ചെയ്തില്ല ഓഡിഷൻ. തൃശ്ശയ്ക്ക് ഹൈറ്റ് കുറച്ച് ഞങ്ങൾ രണ്ടൊരു മാച്ച് അല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ കോളേജ് ജോയിൻ ചെയ്ത്. പക്ഷെ എനിക്ക് സിനിമ ഭയങ്കര പാഷനറ്റ് ആണെങ്കിൽ പോലും ഒരു ആക്ടർ ആവും എന്നൊരിക്കലും ഞാൻ വിചാരിച്ചില്ല. അപ്പം അങ്ങനെ ഓർഗാനിക്കലി നടന്നതാണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള മെയിൻ റീസൺ ശരിയാണ്, ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാം ബയോയിൽ ഇട്ടിരിക്കുന്നത് ദ ഗേൾ ഫ്രം 96 ആൻഡ് എ ലോട്ട് മോർ എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ സ്പെസിഫിക്കലി ചോദിച്ചത്. കാരണം ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ആ ജാനു എന്നുള്ള ക്യാരക്ടറിന്റെ ഇമ്പാക്ട് തന്നെയാണ്, വളരെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ടാണ്. പക്ഷേ എപ്പോഴും അതുപോലെയുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമുക്ക് ആസ് എൻ ആക്ടർ നമ്മളെ പ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങൾ കുറയില്ലേ? അതുകൊണ്ട് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതെ, എല്ലാവർക്കും ഒരു ജോണർ എന്ന് വെച്ചാൽ അതൊരു ക്രീമാണ്. ഇപ്പം റൊമാൻസ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ജോണർ ആണ്. ഞാൻ വന്നത് അങ്ങനെയാണ്. എനിക്ക് എല്ലാ ആക്ടേഴ്സിനും ഈസി ആയിട്ട്, അല്ലെങ്കിൽ ഈസി ഇൻ ദ സെൻസ് നമുക്കത് എഫേർട്ട്ലെസ്ലി വരും എന്നറിയുന്ന ഒരു അത് പെർഫെക്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളൊരു ജോണർ തന്നെയാണ്. അപ്പോൾ അത് ക്രീം നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് വേണമെങ്കിൽ, സോ ഐ എം നോട്ട് കംപ്ലെയിനിങ് എനിക്ക് റൊമാൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. അതും എൻജോയ് ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു ബോക്സിലോട്ട് സ്റ്റക്ക് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് എടുക്കും. ഇപ്പോൾ വരാൻ പോകുന്ന എൻ്റെ റോൾസും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു പീരിയഡ് ഫിലിം ഉണ്ട്, വെബ് സീരീസ് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ക്യാരക്ടേഴ്സിലും പല പല ലെവൽസിൽ നമുക്കത് ബ്രേക്ക് ചെയ്യാം. അത് ഐ എം ജസ്റ്റ് ലേണിംഗ്, ഐ എം വെരി ന്യൂ ഹിയർ. സുബി ചേട്ടൻ ക്ലാസ്മേറ്റ്സിലൂടെ വരുന്നു, അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു ലീഡ് റോൾ ചെയ്യുന്നൊരു ഫിലിം വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ക്ലാസ്മേറ്റ്സിലോട്ട് എത്തിയത്? അതൊരു വലിയ കാസ്റ്റ് തന്നെയാണ്. പൃഥ്വിരാജ് ഉണ്ട്, ഇന്ദ്രജിത്ത് ഉണ്ട്, കാവ്യ പോലുള്ള ആളുകൾ. അങ്ങോട്ട് വിളിച്ചു പോയതാ, ചെന്ന് കയറിയതാണ്. ആക്ടിങ്ങിലോട്ട് തിരിഞ്ഞ ആ ഒരു ഡിറക്ഷൻ. ഞാൻ വൈനക്കുളം പഠിക്കുന്ന കാലത്ത് ഈ സിനിമ നമ്മളൊരു വല്ലാത്ത കല എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി കലാപ്രതിഭയായിരുന്നു. പിന്നീട് അതിനൊപ്പിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കും. അപ്പോൾ സിനിമയിലേക്ക് എത്തുക എന്നുള്ള വഴിയാണ്. അപ്പോൾ അങ്ങനെ MP നികേഷ് കുമാർ വഴി ഞാനീ പറഞ്ഞ പോലെ ഗൂഗിളും പറഞ്ഞ പോലെ കുറേ ഇവിടെ ഗൗരിയും പറഞ്ഞ പോലെ കുറേ സ്ഥലത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ലാൽ ജോസ് സാറിനെ നികേഷ് കുമാർ വിളിക്കുകയും അപ്പോൾ ഇങ്ങനൊരു സിനിമ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിപ്പെട്ടു. അവിടെ ഞാൻ പിന്നെ ലാൽ ജോസ് സാറിനെ ഞാൻ നമ്പർ കിട്ടിയോട്ട് ഞാൻ ആ കോയൻ ബൂത്തിലെ കാലം അല്ല ഒരു രൂപ വീട്ടിൽ വിളിക്കുന്ന ഒരു സംഭവമില്ലേ. ഞാൻ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ രാമന്തരി പഞ്ചായത്തിൽ എല്ലാ കോയൻ ബൂത്തും ഞാൻ വിളിക്കും. ഓരോ ദിവസം ഓരോ നമ്പറിൽ എടുക്കൂലല്ലോ. അപ്പൊ അങ്ങനെ മൂപ്പർക്ക് സൈയിട്ട് മൂപ്പർ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, പിന്നെ എൻ്റെ അസോസിയേറ്റ് ഉണ്ട് അനൂപ് എന്നാണ് പേര്. അപ്പം പിന്നെ അനൂപ് കണ്ണൻ നമ്പർ തന്നു. പിന്നെ ഞാൻ ഇദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവര് സൈയിട്ട് പറഞ്ഞു എന്നോട് ഒരു പടം തുടങ്ങുന്നത് ക്ലാസ്മേറ്റ്സ്. അങ്ങനെ ഞാൻ CMS കോളേജിലെത്തി, ആദ്യത്തെ എൻ്റെ സിനിമ. അപ്പോൾ അവിടെ കാസ്റ്റിംഗ് ഒക്കെ ആയി. അപ്പോൾ എന്നോട് കൂട്ടത്തിൽ കൂടി പോകും. അപ്പോൾ സ്വാഭാവികം എൻ്റെ ഈ ഫസ്റ്റ് ഈ വടക്കൻ കേരളത്തിൽ നിന്നൊക്കെ മുമ്പ് സിനിമയിൽ അഭിനയിക്കാൻ വരുവാണ് ഭയങ്കര സംഭവമാണ്. 17 വർഷങ്ങൾക്ക് ഇപ്പോൾ അവിടെ സിനിമ വ്യാപകമായി. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ജോലിക്കെല്ലാം പോകുന്ന പോലെ ഭയങ്കര ചിക്കൻ കറി ഉണ്ടാക്കി കുടുംബക്കാരൊക്കെ കൂടി. അപ്പോൾ ഇവരെല്ലാം പോയി തിയേറ്ററിൽ പോയി, എന്നെ കണ്ടില്ല. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു സിനിമ അനുഭവം നല്ലൊരു തുടക്കം. പിന്നെ അതൊക്കെയാണ് ഈ പറഞ്ഞൊരു ആഗ്രഹം. ഞാൻ നേരത്തെ ഗൂഗിളിനെ പറ്റി പറഞ്ഞ പോലെ ഇത് നമ്മളൊരു ഇതാണ്. ചില ആൾക്കാർക്ക് നമ്മളെ സെറ്റിലേക്കൊക്കെ പോകുമ്പോൾ എന്തോ ഒരു മോഷ്ടിച്ച ആൾക്കാരൊക്കെ കാണും. അപ്പൊ അതൊക്കെയാണ് നമ്മൾക്ക് മുന്നേറണം, നമ്മളെ ഈ ഒരു ലെവൽ. കാരണം ഞാനിപ്പോഴും പറയുന്നത് ഈ 2 കാര്യങ്ങൾ ഈ സിനിമയിൽ സംഭവിച്ചു. ഒന്ന്, ഞാൻ ക്ലാസ്മേറ്റ്സിൽ ഇങ്ങനെ ക്രൗഡ് ഒരുപാടുണ്ട്. അപ്പോൾ ഈ സിനിമ സെറ്റപ്പ് അറിയാലോ, ഇങ്ങനെ 2-3 സെറ്റപ്പുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെറ്റപ്പിലാണ് ഭക്ഷണം കഴിക്കല്. അപ്പം ഞാനിങ്ങനെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ബാബോട്ടൻ എന്ന് പറഞ്ഞ എൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരാളുണ്ട്. അയാളെന്നേരം പ്രൊഡക്ഷൻ്റെ മെയിൻ ആളെന്ന് ചീഫ് ഒന്നായിട്ട് ബാബോട്ടനൊക്കെ കസേര കൊണ്ട് തന്നിരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നമുക്ക് ആ കാലത്തൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നുമില്ല. ആ കാലത്ത് ഈ വെള്ളി നക്ഷത്രം, ചിത്രഭൂമി അതിലൊക്കെ ഫോട്ടോ വരുവാണ്. അപ്പോൾ എൻ്റെ ഫോട്ടോ ആദ്യമായിട്ട് കൊടുക്കുന്നത് അജി മസ്കറ്റാണ്. അപ്പോൾ നമ്മൾ സ്വന്തമായി ഈ സിനിമ ചെയ്യുന്ന ഇവർ 2 ആളെയും ഈ സിനിമയിലേക്ക് ഞാൻ എടുത്തു, ഈ അജിയേട്ടനെയും ബാബുവേട്ടനെയും. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഈ സിനിമ എന്ന് പറഞ്ഞത് വല്ലാത്തൊരു പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് വരുന്നത്. നമ്മളാരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഗൂഗിൾ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ടർമാർ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലിയിൽ നമ്മൾ നേടിയെടുക്കേണ്ട നമ്മളെ മാത്രം ആവശ്യമാണ്, മറ്റുള്ള ഒരാൾ ഉപദ്രവിക്കാതെ. ഇപ്പൊ ഗൂഗിളിലൊരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ഗൂഗിളിൽ ചെറിയൊരു സൗന്ദര്യപ്പണക്ക, പക്ഷെ ഈ കാസ്റ്റിംഗ് ഇത് വന്നപ്പോൾ ഞാനാണ് പറയുന്നത് ആദ്യമായിട്ട്. ഞാൻ ഇടപെട്ട 2-3 കാസ്റ്റിങ്ങിൽ ഒന്നിതാ ഞാനാ പറയുന്നത് ഗൂഗിളും ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷം ഗൂഗിളിനെ വിളിക്കുന്നത് ഈ വേഷത്തിൻ്റെ കഥ പറയും. കാരണം ഗൂഗിളും ചെയ്താലേ അതിൻ്റെ ഗുണമുണ്ടാവും. പക്ഷെ അത് പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലായി. പക്ഷേ അധികം ഡിസ്കസ് ചെയ്തത് ഇപ്പോൾ ഗൗരിയുടെ വേഷത്തിനായാലും ഇപ്പം എൻ്റെത് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇതുണ്ടായിരുന്നു, ലിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഒറ്റ ലിസ്റ്റില്ലാതെ മാത്രം ഗൂഗിളിനായിരുന്നു. അത് ഈ പടത്തിലൊരു സത്യമാണ്. ക്ലാസ്മേറ്റ്സിൽ ലാൽ ജോസ് സാറിന് ഇതുപോലെ വിളിച്ച് സെലിബ്രിറ്റി കയറി എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ എത്തി നിൽക്കുന്ന ഫിലിമിലും ലാൽ ജോസ് സാർ ഉണ്ട് ലീഡ് റോള് ചെയ്യുന്നത്. അന്ന് ആ വിളിച്ചോണ്ടിരുന്ന സെക്കൻഡ് ലീഡ് റോള് ചെയ്യുന്നത് മനസ്സിലാക്കട്ടെ. എന്നാലും അന്ന് ആ വിളിച്ചോണ്ടിരുന്ന സെക്കൻഡ് ലീഡ് റോള് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ മൂവിയുടെ പോസ്റ്റർ കാണുമ്പോൾ ചേട്ടൻ ഉണ്ടായ ആ ഒരു ഇമോഷൻ അറിയാൻ താല്പര്യമുണ്ട്. ഈ മൂവിയുടെ പോസ്റ്റർ കാണുമ്പോഴോ? അല്ല, എനിക്ക് ഈ മൂവിയിൽ പോസ്റ്റാണ് വലിയ മുഴുവൻ. കാരണം നമ്മൾ ഈ സിനിമ പൂർത്തിയാക്കാനും പൈസ കടമണിക്കാനും ഓടുകയാണ്. അപ്പൊ ഞാൻ ഉറപ്പിച്ചാണ് ഈ സിനിമയിൽ ഞാൻ എപ്പോഴെങ്കിലും ഇമോഷണലായി പെരുമാറുമെങ്കിൽ അല്ലെങ്കിൽ സന്തോഷിക്കുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നത് ഈ സിനിമ റിലീസിന് ശേഷമായിരിക്കുന്നില്ല കാര്യം ഞാൻ ഉറപ്പിച്ചു. കാരണം ബാക്കിയുള്ള ഇമോഷൻ തന്നെ ബാധിക്കില്ല. കാരണം ഈ സിനിമ ഒരു ഗംഭീര സെറ്റപ്പ് ആക്കണം, അല്ലെങ്കിൽ ഗംഭീര വിജയമാക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമാണ് ഈ 1.5 വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ വിട്ട് എൻ്റെ മറ്റുള്ള അവസരങ്ങൾ കളഞ്ഞ് ഞാൻ ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഹിറ്റാക്കിയേ പറ്റൂ. എങ്ങനെയുണ്ടായിരുന്നു സെറ്റിലെ എക്സ്പീരിയൻസ്? ഇപ്പോൾ ഇത്രയും പിള്ളേരുണ്ട്, ആ പോസ്റ്റർ തന്നെ കാണുമ്പോൾ ഒരു ഫൺ മൂഡാണ്, സോങ്ങിലാണെങ്കിൽ ഒരു ഫൺ മൂഡാണ്. സെറ്റിലെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? രസമായിരുന്നു. ഇത് നമ്മൾ ഷൂട്ട് ചെയ്തത് കാസർഗോഡാണ്. നല്ലൊരു ഗ്രാമം, നല്ലൊരു ഐലൻഡ്.
നമ്മൾ കൂടെ നിൽക്കാൻ അഭിനയിക്കാനായിട്ട് സാധാരണ സിനിമയിൽ വിളിക്കുന്ന പോലെയുള്ള ആർട്ടിസ്റ്റുകളൊന്നും വിളിച്ചിരുന്നില്ല അല്ലെ, ആ നാട്ടിലുള്ളവർ തന്നെയാണ് വിളിച്ചിരുന്നത് അല്ലേ. അപ്പൊ എല്ലാവരും ഭയങ്കര ഒരു നല്ല രസമായിട്ട് പോയ ഒരു ലൊക്കേഷൻ ആയിരുന്നു. ഗോകുലം വരുന്ന ദിവസമൊക്കെ മഴയാ. ഗോകുലം അന്ന് ചോദിച്ചു അന്ന് മഴ. അപ്പൊ ഗോകുലം ഞാൻ ഏറ്റവും ടെൻഷൻ അടിച്ച് ഞാനന്ന് ടെൻഷൻ അടിച്ചോ അച്ഛാ. അപ്പൊ മഴ കാരണം എനിക്ക് തുണ്ട് തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ ശരിക്കും ഈ പടം തീരേണ്ടതായിരുന്നു ഇവരുടെ ചാർട്ടും പ്രകാരം. അപ്പോൾ ഞാൻ കുഴപ്പമില്ല, ഡേറ്റ് ഫ്രീ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് ഞാൻ ചെന്നിട്ട് 4 ദിവസം അടുപ്പിച്ച് മഴ. അപ്പോൾ എനിക്ക് പേടിയായി, തുണ്ട് തുടങ്ങുകയും ചെയ്യും. ഇതിലാണെങ്കിൽ വെളിച്ചപ്പാട്, തുണ്ടിൽ പോലീസുകാരൻ. അപ്പോൾ എന്തായാലും താടിയും പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഈ ചെറിയല്ല ഈ സിനിമയിൽ നിന്ന് ഒരാൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ സിനിമ രണ്ടാമത് തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും നമ്മുടെ ഈ സിനിമ. അപ്പോൾ ഞാൻ ആകെ ടെൻഷനായി, മഴയും പെയ്യുന്നു. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് തുണ്ട് ഒരാഴ്ച അങ്ങോട്ട് തള്ളി. തുണ്ട് 2 ദിവസം മഴ, പിന്നെ ഓക്കെ. ഓലിഞ്ഞിട്ട് ഇപ്പൊ ഇരിക്കുന്ന കാണുമ്പോൾ വളരെ ടോക്കറ്റീവ് ആയിട്ടിരിക്കുന്നു, പക്ഷെ വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതിരുന്ന ഒരാള് പെട്ടെന്ന് ഫിലിം എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പിലേക്ക്, അതായത് ബിഗ് സ്ക്രീനിലേക്ക് ഇത്രയും ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാനുള്ള ആ ഒരു കോൺഫിഡൻസ് ഈ ഇൻട്രോവേർട്ടഡ് ആൾ എങ്ങനെ ബിൽഡ് ചെയ്തെടുത്തു എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ അല്ലേ. ഇപ്പോഴും ഞാൻ ഇൻട്രോവേർട്ടാണ്. ഇവരൊക്കെ പരിചയമുള്ളതുകൊണ്ടാണ് സംസാരിക്കുന്നത്. പരിചയമില്ലാത്തവരുടെ അടുത്ത് എനിക്ക് ഒന്ന് സെറ്റാവാൻ സമയമെടുക്കും. പിന്നെ ഈ കോൺഫിഡൻസ് വന്നത്, ഞാൻ നാടകം ചെയ്തിട്ടിരുന്ന ആളായിരുന്നു. ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ മുതൽ നാടകം കളി ഉണ്ടായിരുന്നു. നന്നായിട്ട് നാടകം കളിച്ചിട്ടുണ്ട്, കോളേജ് നാടകങ്ങൾ, അതിനുശേഷം ക്യുസാറ്റ്, ഇപ്പോൾ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ നാടകം, ഓൾ ഇന്ത്യ ലെവലിൽ നാടകങ്ങൾ. അപ്പോൾ ഈ നാടകം കളിച്ചിട്ട് എനിക്കൊരു കോൺഫിഡൻസ് വന്നു. ഇത്രയും ആൾക്കാരെ ഫേസ് ചെയ്തിട്ട് ആദ്യം നിന്ന് കിട്ടിയ കോൺഫിഡൻസ് അത്. നമ്മൾ സിനിമ പോലെ അല്ലല്ലോ, ആൾക്കാരെ നാൾക്ക് തൊട്ട് മുമ്പിൽ ഇരിക്കുകയല്ലേ. അപ്പോൾ അവരുടെ മുമ്പിൽ കളിച്ച് ഒരു 1.5 മണിക്കൂർ 1.5 മണിക്കൂർ നാടകം കളിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. അപ്പോൾ അതിൽ നിന്ന് ആ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കോൺഫിഡൻസ്. തീർച്ചയായിട്ടും. പക്ഷേ ഈ നാടകവും ഫിലിമും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ്, അതിലെ ആക്ടിങ് സ്റ്റൈൽ ആയിക്കോട്ടെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം പലപ്പോഴും നാടകം ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെങ്കിലും ആക്ടിങ്ങിലേക്ക് വരുമ്പോൾ അതൊരു ഹിൻഡറൻസ് ആയി, അല്ലെങ്കിൽ അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായി, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവില്ലേ? പിന്നെ ഞാൻ എൻ്റെ ആദ്യകാലത്തെ സിനിമയൊക്കെ കാണുമ്പോൾ മനസ്സിലാവും അത് ഇച്ചിരി നാടകം പോലെയൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ബേസിക്കലി രണ്ടും ആക്ടിങ് ആണെങ്കിലും അതിൻ്റെ മീറ്റർ വ്യത്യാസം ഉണ്ടെന്നാണ് പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത്. നാടകം അഭിനയിക്കുന്ന പോലെ സിനിമ അഭിനയിക്കാൻ പറ്റില്ല, സിനിമ അഭിനയിക്കുന്ന പോലെ നാടകവും അഭിനയിക്കാൻ പറ്റില്ല. സിനിമയിൽ അഭിനയിക്കുന്ന നാടകത്തിൽ അഭിനയിച്ച വർക്കാവില്ല, അതുപോലെ തന്നെ നാടകത്തിൽ പോലെ സിനിമ വർക്കാവില്ല. ഇപ്പോൾ ഗൗരിയുടെ കാര്യം പറയാം, ഈ പാട്ടിൽ സോങ് കണ്ടപ്പോൾ ഇത്രയും നാൾ ചെയ്തതിൽ നിന്നും ഒത്തിരി വ്യത്യാസമുള്ള, എനിക്കൊന്ന് അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നവ്യ ചേച്ചിനെയൊക്കെ ഓർമ്മ, ഞാൻ ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ടുള്ള സെറ്റ്, നവ്യ ചേച്ചി ഉറശേച്ചി ഒക്കെ ചെയ്യുന്ന പോലത്തെ ക്യാരക്ടേഴ്സായിട്ട് തോന്നിയത്. ഈ സിനിമ വന്നപ്പോൾ എന്തായിരുന്നു ഈ സിനിമ എടുക്കാനുള്ള, വൈ ഡിഡ് യു ചൂസ് ദിസ് ഫിലിം? അതിന്റെ കഥ തന്നെയാണ്. പിന്നെ ലുക്കിൽ ഞാൻ കുറച്ച് ഫോക്കസ് ചെയ്തിരുന്നു. ഇൻ ദ സെൻസ് അനുഗ്രഹീതൻ ആന്റണിയിലും എനിക്കൊരു നാടൻ ലുക്ക് തന്നെയാണ്, എന്ന് വെച്ചാൽ ചുരിദാർ, സൽവാർ. പക്ഷെ ഇതിൽ ഇപ്പം റോണിക് സേട്ടനാണ് മേക്കപ്പും, സമീര ചേച്ചി കോസ്റ്റ്യൂം. പക്ഷെ അവർ കോസ്റ്റ്യൂം മേക്കപ്പിനും ഉപരി ഹെയർ സ്റ്റൈല് ആദ്യം അവർ വിചാരിച്ചത് ഞാൻ അനുഗ്രഹീതനിൽ ആ ഒരു ഫ്രീ ഹെയറും അങ്ങനെ. പക്ഷെ ഞാനിങ്ങനെ ഒറ്റക്കാലിൽ നിന്ന് പറഞ്ഞു, പണ്ടത്തെ ശോഭന ചേച്ചിയുടെ റെഫറൻസസ് ഞാൻ അയച്ചിട്ട് ഇങ്ങനെ കുളിപ്പിന്നൽ പോലെ. പക്ഷെ എൻ്റെ ഹെയർ കട്ട് അപ്പം അതിനല്ല, അപ്പൊ അവർക്കത് എന്നും പണിയാവും. പക്ഷെ എനിക്ക് മൈൻഡിലുണ്ടായിരുന്നു ഞാൻ ചെയ്തിരിക്കുന്ന ഒരു നോർമൽ സെയിം ലുക്ക് അതൊരു ലേസി വർക്കായിട്ട് തോന്നാൻ പാടില്ല. ഈ ആശാ വർക്കർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഭയങ്കര വ്യത്യാസം ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ വർക്കൗട്ട് ചെയ്ത് ഒരു 2-3 days എടുത്തു ആ ഒരു ലുക്ക് തന്നെ സെറ്റ് ആവാൻ. പിന്നെ ആ ടോണും കുറച്ച് അങ്ങനെ. പക്ഷെ എനിക്ക് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ശാലീന് ആ ഒരു സോണിലോട്ട് പോകുന്ന വിൻറ്റേജ് ലുക്സ് ഒക്കെ ഭയങ്കര പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ഈ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ദിവ്യ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പൊ പേരെന്താന്ന് ചോദിച്ചാൽ ആർ ദിവ്യ എന്നേ പറയുള്ളൂ. ദാറ്റ്സ് ഹൗ സിമ്പിൾ ഷീ ഈസ്. പിന്നെ ഒട്ടും മറ്റേ ഹിയർ ടു കോൺകർ ദ വേൾഡ് ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കണം അങ്ങനെയൊന്നും, വളരെ നോർമൽ ജീവിതം ഉണ്ടായിരുന്ന ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോൾ എങ്ങനെ ആ ഒരു സ്ട്രെങ്ത് എവിടെ നിന്നോ പുള്ളിക്കാരി ഷീ ഫൗണ്ട് ഇറ്റ് ഇൻ ഹെർ സെൽഫ്. പിന്നെ വടക്കൻ കേരളത്തിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. എനിക്ക് അത്ര എക്സ്പോഷർ ഇല്ലായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഭാഷയിലും അവരുടെ ഒരു രീതിയിലും കുറെ ആശമാർ, അതെ ഇടയ്ക്കിടയ്ക്ക് പറയൂ എൻ്റെ നാട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിന്റെ ഫുഡ് കൾച്ചർ എല്ലാം എനിക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നോട്ട് ജസ്റ്റ് ആസ് എൻ ആക്ടർ, ജസ്റ്റ് ഒരു ആസ് എ ഹ്യൂമൻ. എനിക്ക് അവിടെ പോയി അത്ര നാൾ സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ കുറെ ആശമാരെ മീറ്റ് ചെയ്യാൻ പറ്റി, അവരുടെ ജീവിതം അറിയാൻ പറ്റി. ഒരിക്കലും എനിക്ക് തോന്നുന്നു ഒരു താങ്ക്ലെസ് കൈൻഡ് ഓഫ് ഇതാണ്. ഇൻ ദ സെൻസ് അവർ ഭയങ്കര ഹാപ്പി ആണെങ്കിൽ പോലും എന്റെ ജനറേഷൻ എനിക്ക് തോന്നുന്നില്ല ഹൂ ഇസ് എൻ ആശാ വർക്കർ എന്ന് എനിക്കും അറിഞ്ഞൂടായിരുന്നു. പേഴ്സണലി എനിക്ക് കോവിഡ് വന്ന് 3 വർഷം മുമ്പ്
ഞാൻ ക്വാറന്റീനിൽ സ്റ്റക്കായിരുന്നപ്പോഴായിരുന്നു ഒരു ആശ മാത്രമാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോഴാണ് ഞാൻ തന്നെ ഓക്കെ ഇങ്ങനെ ഒരു സർക്കാരിൻ്റെ ഒരു ഇതുണ്ട്, എല്ലാ ഗ്രാമത്തിലും എല്ലാ വാർഡിലും ഒരു ആശാ വർക്കർ. ആൻഡ് അവർ ചെയ്യുന്ന ജോലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ദ സെൻസ് ദേ ആർ ദ കണക്ട്, സർക്കാരും ജനങ്ങളുടെയും ഒരു ബേസിക് സ്ട്രോങ് കണക്ട് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ട്രെയിലർ അല്ല ടീസറും സോങ്ങിൻ്റെ ഒക്കെ കമൻസിൽ മിക്കതും ആശമാരാണ് കമൻറ്റ് ചെയ്യുന്നത്. അവർക്കൊരു റെസ്പെക്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു നാടകത്തിലോ പാട്ടിലോ ഒന്നിലും നമ്മൾ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല മെയിൻ സ്ട്രീം ജോണറിൽ ആശമാരെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഡെഫിനറ്റ്ലി നിസാമിക്കെ ഒരു അതിന് ഗൗരിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് വെച്ചാലേ നമ്മള് ഈ ഒരു സിനിമയുടെ ഒരു റിവ്യൂ കഴിഞ്ഞു നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ ഞാൻ ഗൂഗിളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൂഗിളിനെ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് വിളിക്കാൻ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്നുകൂടി ഇതിലെ ജഡ്ജ്മെന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കേരളത്തിലെ കേരളത്തിലെ 14 ജില്ലയിലെ ആശാ വർക്കർമാരുടെ ലീഡേഴ്സ് വന്ന് കണ്ടു. അപ്പോൾ അവർ വരുന്നത് വെച്ചാൽ അവർ ഒരാളെ മാത്രമാണ് ഞാൻ കോൺടാക്ട് ചെയ്തത്, ഇതിൻ്റെ സംസ്ഥാനത്തിലുള്ള ഒരാളെ പ്രേമേച്ചി തൊട്ട് കോഴിക്കോടായിരുന്നു. അപ്പോൾ ഇവരൊരു സുബീഷ് നമ്മൾ അവിടെ എത്തുന്നു. അപ്പോൾ ഇവർ ലാൽമീഡിയിൽ 5-6 ആൾക്കാരെ നമ്മൾ വിചാരിച്ചു ലാൽമീഡിയിലാണ് ഇത്. അപ്പോൾ ഇവർ വന്നത് 35 ആള് എറണാകുളത്ത് വന്ന് ഇറങ്ങുക. അപ്പൊ ഒരാൾ കലൂര്, ഒരാൾ പിന്നെ പാലാരിവട്ടം, ഒരാൾ വെണ്ണല, ഓരോ സ്ഥലത്ത് വന്ന് ഇറങ്ങുക. ഇവർക്ക് എറണാകുളം വലിയ പരിചയമില്ല. ഇവർ ഓരോ ആൾക്കാരാ ഞാൻ എടുത്തിട്ട് ഞാനും നമ്മളെ നാഗരാജ്, പിന്നെ വർക്കിച്ചൻ, നമ്മളെ ഉസ്മാൻ, സതീഷ് ഏട്ടൻ, ഇവർ എല്ലാവരും ഓരോ സ്ഥലത്ത് എടുക്കുക. അവസാനം ഇവർക്ക് ആദ്യം ഇവർക്ക് തന്നെ മനസ്സിൽ ഞാനിങ്ങനെ ഒരു മുണ്ടലെടുത്ത് പോവാ. ഇവർക്ക് മനസ്സിൽ ഇവർ എന്റെ കാറിന്റെ സീറ്റിൽ കയറിയിരുന്നു. അപ്പൊ ഞാൻ ഓട്ടോറിക്ഷയിൽ പോയി അപ്പൊ അങ്ങനെ സിനിമ കണ്ട് ഇവർക്ക് ഭയങ്കര അങ്ങ് വർക്കായി. അവരെ ചിരിച്ച് അപ്പോൾ അവര് വന്നിറങ്ങിയവിടെ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് എന്നോട് പറഞ്ഞു ആ കുട്ടീനെ ഒന്ന് വിളിച്ചു തരുമോ. ഓരോ ആൾക്കാരും ഇഷ്ടപ്പെട്ടു. അപ്പൊ അവർ പറഞ്ഞു നമ്മുടെ ജീവിതം കൃത്യമായിട്ട് ആ കുട്ടി സ്ക്രീനിൽ പകർത്തിയിട്ടുണ്ട്. അത് ഒരു ആക്ടേഴ്സിന് കിട്ടുന്ന തീർച്ചയായിട്ടും. അത് ഞാൻ പറയുകയാണെങ്കിൽ ആ മാനറിസംസ്, ലുക്ക് മാത്രമല്ല മാനറിസംസ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, റിയൽ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു സന്തോഷം. എനിക്ക് ഭയങ്കര ഡൗട്ടാ സത്യം പറഞ്ഞാൽ. എനിക്ക് ആ ഒരു ഗ്യാപ്പ് ഭയങ്കരമായിട്ട് ഞാൻ ഫീൽ ചെയ്യുമായിരുന്നു. എത്രയും നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ട് ആവാൻ പാടില്ല. അവരുടെ കൂടെ എത്ര ഇന്ററാക്ട് ചെയ്താലും ഒരിക്കലും അവരുടെ ഒരു ലൈഫ് എന്നെ കൊണ്ട് പറ്റുമോ, എനിക്ക് ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രഷർ. ആക്ച്വലി ഗൗരി എന്നുള്ള ഒരാളിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഇതിലേക്കുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു? ഹൗ ഡിഡ് യു പ്രിപ്പയർ ഫോർ ദിസ്? പ്രിപ്പറേഷൻ വാസ് മോസ്റ്റ്ലി ദിസ്, ഇങ്ങനെ ചുമ്മാ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അവരോട് സംസാരിക്കാം, അവരുടെ ലൈഫ് നമുക്ക് മനസ്സിലാക്കാം, മാക്സിമം അവരുടെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാം. പക്ഷെ ഇതിൽ ഞങ്ങൾ സ്ലാങ് അത്ര പിടിച്ചിട്ടില്ല. ഇൻ ദ സെൻസ് ഒരു ന്യൂട്രൽ മലയാളമാണ്, പക്ഷെ അവർ പറയുന്ന ചില വാക്കുകൾ പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. വടക്കൻ കേരളത്തിന്റെ ഒരു ടിപ്പിക്കൽ ഫാസ്റ്റായിട്ട് അവർ സംസാരിച്ചാൽ എനിക്ക് തെളിയുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ പ്രിപ്പറേഷൻ വാസ് മോസ്റ്റ്ലി ദിസ്, അവരുടെ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്. എനിക്ക് തോന്നുന്നു ദിവ്യ എൻ്റെ ഒരു ഏജിലെ ഒരു കുട്ടിയാണ്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് വൈസ് അത്ര പ്രെപ്പിന്റെ ആവശ്യം. എന്റെ പോസ്റ്ററിലൊക്കെ ഉണ്ടായിരുന്നത് റിയൽ ആയിട്ടുള്ള ആശാ വർക്കേഴ്സാ. അപ്പൊ അവർക്കും ഭയങ്കര സന്തോഷം. അവർക്ക് നാളെ പോയി പറയാലോ അവര് സിനിമയിൽ അഭിനയിച്ചു. പിന്നെ അവരുടെ ഒരു പ്രശ്നങ്ങളൊക്കെ വളരെ അവർക്ക് ആ ഡയറി ഉണ്ട്, ആശ എന്ന് പറഞ്ഞൊരു ഡയറി. അത് അവർ പോകുന്ന എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും. സോ സ്മോൾ തിങ്സ് എനിക്ക് തോന്നുന്നു ഞാനത് എനിക്ക് പറ്റുന്നത്ര ഞാൻ പിക്ക് ചെയ്ത് സിനിമയിൽ ഓർഗാനിക്കലി എവിടെയൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രഹ്മയുഗം പോലെയുള്ള അല്ലെങ്കിൽ ആട്ടം പോലെയുള്ള മൂവീസ് ഇറങ്ങുന്നത് ഇപ്പം എനിക്ക് പറയാം മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഈറ എന്ന് തന്നെ പറയാം. അപ്പോൾ ആളുകൾ ഒരുപാട് ഉറ്റുനോക്കിയാണ് ഓരോ മൂവീസും പോയി കാണുന്നത്. ഏത് മൂവി ചൂസ് ചെയ്യണം എന്ന് തന്നെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ വാട്ട് വിൽ ദിസ് മൂവി പ്രൊവൈഡ് ടു ദം എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് എന്തായാലും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ കയറുന്ന ഒരു പടമായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നത് കുറേ സിനിമകൾ ഇന്ന ജനറേഷൻ, ഇപ്പോൾ രോമാഞ്ചം എന്ന് പറയുന്ന സിനിമ യൂത്തിൻ്റെത്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. പക്ഷേ ഈ സിനിമ എല്ലാ മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അങ്കിത് മേനോൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ സുബീഷ് ഭായ്, ഇത് അങ്കിത്തിൻ്റെ ഒരു സുഹൃത്ത്, അങ്കിത്ത് നോർത്ത് ഇന്ത്യനാണ്. അപ്പോൾ അങ്കിത്തിൻ്റെ ഒരു സുഹൃത്ത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഇത് എല്ലാ ജനറേഷനും ക്യാച്ച് ചെയ്യുന്ന ഹൃദയത്തിലേറ്റുന്നൊരു പടമാണ്. ഒരുപാട് ചിരിച്ച്, പിന്നെ നല്ലോണം ചിരിച്ച് അവസാനം നമ്മളെ ഒന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിൽ ചെറിയ ഒരു തട്ടൽ ഇതാക്കുന്നൊരു നല്ലൊരു സിനിമയായിരിക്കും ഭാരത് സർക്കാർ. നമ്മൾ ഈ ഒരു സിനിമയെപ്പറ്റി, നമ്മുടെ സിനിമയെപ്പറ്റി നമ്മൾ തന്നെ കൂടുതൽ പറയുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളെ ഒരുപാട് മനുഷ്യന്മാർ കണ്ടല്ലോ, ഇപ്പോൾ ആശാ വർക്കർമാർ കണ്ടു, അവരെല്ലാം റെസ്പോൺസ് വെച്ച് ഇതെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും.
തീർച്ചയായിട്ടും ഇതിന്റെ സോങ് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു മൂവി എന്ന് തന്നെ പറയാം. കാണാൻ തോന്നിക്കുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ആസ് എൻ ഓഡിയൻസ് തോന്നിയത്. എന്തായാലും മൂവിയും അതുപോലെ തന്നെ നിങ്ങളുടെ കരിയേഴ്സും ഒരു വലിയ സക്സസ് ആവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. താങ്ക് യു സോ മച്ച്.